ആദ്യത്തെ 2 കീമോ കഴിഞ്ഞപ്പോഴേക്കും രേണുസുതി ആകെ ക്ഷീണിതയായിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഛർദിലും പനിയും ജലദോഷവും അത്തരം പ്രശ്നങ്ങളുമൊക്കെയായി ഐസിയുയിൽ കഴിഞ്ഞു. ആരോടും സംസാരിക്കാൻ പറ്റാത്ത കുറേയധികം ദിനങ്ങൾ. എല്ലാവരും പ്രാർത്ഥനയോടെ ഐസിയുവിൻ്റെ വെളിയിൽ കാത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ 3ാമത്തെ കീമോയ്ക്ക് ശേഷം ചുറുചുറുക്കോടെ കളിച്ചു ചിരിച്ചു നിൽക്കുന്ന രേണുസുതിയാണ് എല്ലാവരും കാണുന്നത്. എല്ലാ റീലുകളിലും വളരെയധികം ആക്റ്റീവായി നിൽക്കുന്ന രേണുസുതി വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിരിക്കുന്നു. കാറ്റും വെളിച്ചവും പൊടിയുമെല്ലാം കൊണ്ടിരിക്കുന്നു. ഒരു സ്കാർഫ് ധരിച്ചിട്ടുണ്ട്, വിഗ് ധരിച്ചിട്ടുണ്ട്, പ്രമോഷൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു മാറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെയധികം സ്നേഹം തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടതുപോലെയുണ്ട്. എല്ലാവർക്കും അത് തന്നെയാണ് ഓർക്കാൻ പറ്റുന്നതും എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് അത് ഏറ്റെടുത്ത് പറയുകയും ചെയ്യുന്നതെന്ന് കൂടി കൂട്ടിച്ചേർക്കാനാകുന്നു. ഓരോരുത്തരും വളരെയധികം സ്നേഹത്തോടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഇപ്പോൾ രേണുസുതിയെ കാണുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായും ഇത് മാറുന്നു. രേണുവിൻ്റെ 3ാം കീമോ കഴിഞ്ഞപ്പോഴേക്കും അത് കാണുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും അതനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കീമോ കഴിഞ്ഞതിൻ്റെ വേദനയും അതെല്ലാം മാറിത്തുടങ്ങി. വല്ലാത്തൊരു ആശ്വാസമാണ് കാണാൻ സാധിക്കുന്നതെന്ന് കൂടി പറയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് കേൾക്കുകയും ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. ആരാധകർക്ക് തന്നെ അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്നും പറയാൻ സാധിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. ഓരോ തവണയും ഓരോരുത്തരെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ തന്നെ ഇത് കാണാനും സാധിക്കുന്നുണ്ട്. രേണുവിനെ കുറിച്ച് പ്രാർത്ഥിക്കുകയും രേണുവിന് വളരെ നന്നായുള്ള അനുഭവങ്ങൾ ഉണ്ടാകണേ എന്ന് മാത്രം പറയുന്നവരും അത്തരത്തിൽ ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും സാധിക്കുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം പ്രീതിയോടെയാണ് ഈ വാർത്ത കാണുന്നത്. സോഷ്യൽ മീഡിയ വാർത്തകളോടൊപ്പം തന്നെയാണ് ഇത് പ്രതികരിച്ചും എത്തുന്നത്. ആരാധകരുടെ സ്നേഹം വളരെയധികം കൃത്യമായി ഇത് കാണുകയും ചെയ്യുന്നുവെന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ കാണുന്നത് ഇത് തന്നെയാണെന്നും പ്രേക്ഷകരുടെ പ്രീതി ഇത് തന്നെയാണെന്നും മനസ്സിലാക്കി തരുന്നു. പ്രേക്ഷകരുടെ പ്രീതി വളരെ ചെറുതാണ്. കാരണം രേണുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെയാണ് എല്ലാവർക്കും ഇത് മനസ്സിലാകുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ ഓരോ വാർത്തകൾക്കും അവർ കാതോർത്തിരിക്കുന്നത്. രേണുവിനോട് വളരെ നല്ല സ്നേഹമാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുമുള്ളതെന്ന് മനസ്സിലാക്കുകയും അതുപോലെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.